ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയിൽ ഇന്ത്യ 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ പട്ടികയിൽ പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളുടെ പോലും 7 അയലത്ത് വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഗ്ലോബൽ ഫയർ പവർ എന്ന സംഘടനയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സൈനിക ശക്തി പരിശോധിക്കുന്ന സംഘടനയായ ഗ്ലോബൽ ഫയർ പവർ 2025 ലോക രാജ്യങ്ങളുടെ സൈനിക ശക്തിയുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 60 വ്യത്യസ്ത പാരാമീറ്ററുകളിൽ വിവിധ രാജ്യങ്ങളുടെ ശക്തി തിട്ടപ്പെടുത്തിയ പട്ടികയാണ് ഗ്ലോബൽ ഫയർ പവർ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളായ 10 രാജ്യങ്ങളുടെ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. സൈനിക ശക്തിയിൽ ലോക രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഓരോ രാജ്യങ്ങൾക്കും അവരുടെ സൈനികരുടെ സംഖ്യാബലം, അതുപോലെ തന്നെ ആയുധങ്ങളുടെ ശക്തി, ജോയിസ്റ്റിക്, ഗതാഗത ശേഷി, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, സാമ്പത്തിക ശക്തി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കോറൊക്കെ നൽകിയിട്ടുള്ളത്. പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായുള്ളത്. 2025 കണക്കനുസരിച്ച് സൈനിക ശക്തിയിൽ 1ാം സ്ഥാനത്തുള്ളത് അമേരിക്കയും 2ാം സ്ഥാനത്ത് റഷ്യയുമാണ്. ചൈനയ്ക്ക് ലിസ്റ്റിൽ 3ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. ദക്ഷിണ കൊറിയയാണ് 5ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് ബ്രിട്ടനും 7ാം സ്ഥാനത്ത് ഫ്രാൻസും സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 8ാം സ്ഥാനത്ത് ജപ്പാനും 9ാം സ്ഥാനത്ത് തുർക്കിയും 10ാം സ്ഥാനത്ത് ഇറ്റലി എന്നിങ്ങനെയാണ് സൈനിക ശക്തിയിലെ ആദ്യ 10 സ്ഥാനങ്ങളിലുള്ള ലോകരാജ്യങ്ങൾ. പട്ടികയിലെ ആദ്യ 6 സ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ തന്നെ ഒരു മാറ്റവുമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ആദ്യ 10ൽ ഇല്ലായിരുന്ന ഫ്രാൻസ് ഈ വർഷം 7ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന പാകിസ്ഥാൻ ഈ വർഷം 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അതേസമയം 2018ലും ഇന്ത്യയുടെ സ്ഥാനം 4ാമത് തന്നെയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വികസ്വര രാജ്യമാണ് എങ്കിലും ലോകത്തിലെ വികസിത രാജ്യങ്ങളെക്കാൾ സൈനിക ശക്തിയിൽ വമ്പന്മാരാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കരുത്തരായ ആദ്യ 3 രാജ്യങ്ങളിൽ 1ാമത് അമേരിക്ക തന്നെയാണ്. തൊട്ടുപിന്നിൽ റഷ്യയും അയൽക്കാരായ ചൈനയുമാണ്. ഇതിനുശേഷം 4ാമതായാണ് ഇന്ത്യയുടെ സ്ഥാനം. 2018 കണക്കിൽ പാകിസ്ഥാന്റെ സ്ഥാനം ഈ പട്ടികയിൽ 13ാം സ്ഥാനത്താണുള്ളത്. വർഷം എത്ര കഴിഞ്ഞിട്ടും പാകിസ്ഥാന്റെ സ്ഥാനത്തിന് ഉയർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. 13,62,500 സൈനികരാണ് ഇന്ത്യക്കുള്ളത്. ജമ്മു കാശ്മീരിലും നോർത്ത് ഈസ്റ്റിലും ഇന്ത്യയുമായി അതിർത്തി തർക്കമുള്ള ചൈനയ്ക്കാണെങ്കിലും 37,12,500 സൈനികരാണുള്ളത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 2,102 എയർക്രാഫ്റ്റുകളുണ്ട്. ഇതിൽ 676 യുദ്ധവിമാനങ്ങളും 809 മറ്റ് വിമാനങ്ങളുമാണ് ഉള്ളത്. ഇതേസമയം ചൈനയുടെ പക്കൽ 2,955 എയർക്രാഫ്റ്റുകളുണ്ട്. 1,271 യുദ്ധവിമാനങ്ങളും 1,385 അറ്റാക്ക് എയർക്രാഫ്റ്റുകളും 206 യുദ്ധ ഹെലികോപ്റ്ററുകളും അടങ്ങുന്നതാണ് ചൈനയുടെ വ്യോമസേന. ഇന്ത്യക്കുള്ളതിന്റെ പകുതി മാത്രമാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത്. അതേപോലെ തന്നെ തോക്കുകളുടെയും സായുധ വാഹനങ്ങളുടെയും ഒക്കെ തന്നെ കാര്യത്തിൽ പാകിസ്ഥാൻ സേന ഇന്ത്യക്കാൾ ബഹുദൂരം പിന്നിലാണ്. ഇതേസമയം ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ഏകദേശം തുല്യ നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ നാവികസേനയുടെ കാര്യത്തിൽ ചൈന വൻ ശക്തിയായി മാറുകയാണ്. ഇന്ത്യയുടെ പക്കൽ 11 ഡിസ്ട്രോയേഴ്സ് കപ്പലുകളും 15 സബ് മറൈനുകളും ഉള്ളപ്പോൾ തന്നെ ചൈനയുടെ പക്കൽ 35 ഡിസ്ട്രോയേഴ്സ് കപ്പലുകളും 68 സബ് മറൈനുകളുമാണ് ഉള്ളത്. പ്രതിരോധ ബഡ്ജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് സൈനിക കാര്യങ്ങൾക്കായി ചൈന നീക്കിവെക്കുന്ന തുകയെന്ന് പറയുന്നതും. ഇന്ത്യ പ്രതിരോധ ബഡ്ജറ്റിലേക്ക് $51 ബില്യൺ വകവരുത്തിയപ്പോൾ ചൈനയാകട്ടെ $161.7 ബില്യൺ നീക്കിവെക്കുന്നതും. പാകിസ്ഥാന്റെ നാവികസേന ഇന്ത്യക്ക് അത്ര വലിയ വെല്ലുവിളി അല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നതും. ലോകരാജ്യങ്ങളുടെ ആണവായുധ ശേഷി പരിഗണിക്കാതെയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.